ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തുള്ള ഒരു ബോട്ടം ആയിട്ടുള്ള ഒരു സ്ക്രീൻ നമുക്ക് വരണം. ഇത് നമ്മൾ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പല ആപ്പിലൊക്കെ ഈ ഒരു ഫീച്ചർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇതേപോലത്തുള്ള ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഷീറ്റ് നമുക്ക് ലഭിക്കും. ഇതിനെയാണ് നമ്മൾ ബോട്ടം ഷീറ്റ് എന്നാണ് പറയാറ്. അപ്പോൾ നമുക്ക് ബോട്ടം ഷീറ്റിൽ പല രീതിയിലുള്ള ബോട്ടം ഷീറ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിസ്റ്റ് ബോട്ടം ഷീറ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, ഇവിടെ 3 ബോട്ടം. ഈ ഒരു ഷീറ്റിൽ നമുക്ക് 3 ഐറ്റംസ് ഉണ്ട്. അത് ലിസ്റ്റാണ്. ഓരോ ഐറ്റംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇതൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തുള്ള ഒരു പ്രിൻറ്റിങ് വരുന്നുണ്ട്. നമുക്കത് എന്ത് വേണം മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പ്രിൻറ്റിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് QMD ബട്ടൺ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. കാരണം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു QMDയുടെ ബട്ടൺ ഷീറ്റ് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മളുടെ ക്ലാസ്സിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. സപ്പോസ് നമ്മൾ .QBയിലാണെങ്കിൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലായതുകൊണ്ടാണ് നമ്മൾ ബോട്ടം ഷീറ്റ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടം ഷീറ്റ് പല രീതിയിലുള്ള ബോട്ടം ഷീറ്റ് ഉണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് MD ലിസ്റ്റ് ബോട്ടം ഷീറ്റാണ്. MD ലിസ്റ്റ് ബോട്ടം ഷീറ്റാണ്. അങ്ങനെ തന്നെ നിങ്ങൾ അടിക്കണം. നമ്മൾ ലിസ്റ്റ് ബോട്ടം ഷീറ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് MDയുടെ ലിസ്റ്റാണ്, അതിൻ്റെ അകത്തുള്ള ബോട്ടം ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ബിൽഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു QB ഫയലാണ്. അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ബിൽഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു QB ഫയൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇവിടെയാണ് വിളിക്കാൻ പോകുന്നത്. ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഒരു MD ലിസ്റ്റ് ബോട്ടം ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോട്ടം ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു വേരിയബിളിലേക്ക് നമ്മുടെ MD ലിസ്റ്റിനെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. MD ലിസ്റ്റ് ബോട്ടം ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നു. ഒന്നിച്ച് അതായത് ഈ ഒരു വേരിയബിളിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ റേഡിയസ് കൂടി കൊടുക്കുകയാണ്. ആ റേഡിയസ് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാനും സാധിക്കും, എത്ര വേണം ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഈ റേഡിയസ് മാറ്റുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ആ ഒരു ലിസ്റ്റിൻ്റെ റേഡിയസ് മാറും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. എന്തിനാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിൽ ഓരോ എലിമെൻറ്റ് കൊടുക്കുന്ന പകരം ഒന്നിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. സപ്പോസ് ഈ ഒരു ഫോർ ലൂപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ഐറ്റം എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഒരു ബട്ടൺ ആഡ് ഐറ്റം ബട്ടൺ ലിസ്റ്റ് ഡോട്ട് ആഡ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ കൊടുക്കേണ്ടി വരും. നമ്മൾ എത്ര ഐറ്റംസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് അങ്ങനെ കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു 3 ഐറ്റംസ് ഈ ഒരു ഐയിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റേഞ്ച് ഒന്നും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളുടെ ലിസ്റ്റ്, അതായത് നമ്മുടെ അരയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ വേണ്ടി റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 നമ്പർ കൊടുക്കുകയാണ്. അതായത് ഇത് പ്രിൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറായിരിക്കും ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബട്ടൺ ഷീറ്റിലേക്ക് ഓരോ എലിമെൻ്റ് ആഡ് ചെയ്യുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ഇത് റൺ ചെയ്യുമ്പോൾ ആഡ് ലിസ്റ്റിൽ നമ്മൾക്ക് ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കണം. അതായത് ഈ ഒരു ആഡ് ലിസ്റ്റിൽ ഫസ്റ്റത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റാണ്. അതായത് ആ ഒരു ഇതിൽ വേണ്ട ടെക്സ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ശരിക്കും നിങ്ങൾ നോക്കുക. അതായത് ഞാനിവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് വന്നു. അതായത് ഞാൻ ഇവിടെ ഈ ഒരു ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് വിളിക്കും. ഡൂ ദിസിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഇതിൻ്റെ അകത്തേക്ക് വരും. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക്, അതായത് ഈ ഒരു ബട്ടൺ ഷീറ്റ് നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഫോർ ലൂപ്പിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. നമുക്ക് കുറേ എലിമെൻറ്റ് കൊടുക്കേണ്ടതുകൊണ്ട് ഫോർ ലൂപ്പിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഫോർ ലൂപ്പിൽ കൊടുത്ത ശേഷം ഈ ഒരു ബട്ടണില്ലേ അതിലേക്ക് നമ്മൾ ആദ്യത്തെ ഒരു ഐറ്റം ആഡ് ചെയ്യാണ്. ആഡ് ഐറ്റം എന്ന് കൊടുക്കുകയാണ്. അതിന് 3 പാരാമീറ്റർ ഉണ്ട്. ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ടെക്സ്റ്റാണ്, രണ്ടാമത്തെന്ന് പറയുന്നത് ഫംഗ്ഷനാണ്, മൂന്നാമത്തെന്ന് പറയുന്നത് ഐക്കണാണ്. ഓരോന്നും നമുക്ക് നോക്കാം. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റാണ്. അതായത് ഈ ഒരു ഐക്കൻ്റെ റൈറ്റ്സിൽ വരുന്ന ടെക്സ്റ്റിനെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐക്കൺ എന്ന് പറയുന്നത്
ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ഐക്കണിനെയാണ് നമ്മൾ ഐക്കൺ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഐക്കൺ നമുക്ക് മാറ്റാൻ സാധിക്കും. അത് നിങ്ങളുടെ ബാക്ക് എൻഡിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റാൻ സാധിക്കും. അതായത് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സ്കില്ലനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഐക്കൺ മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലാംഡ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ചത്. ഇപ്പോൾ സപ്പോസ് ഞാൻ 2 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ 2 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 1 ക്ലിക്ക് ചെയ്യണം, നമുക്ക് 1 പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. അതെങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ബട്ടണിൽ ഏതെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലാംഡ വിളിക്കും. ഈ ലാംഡയിൽ നമ്മൾ y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ കോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ലാംഡയിൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു മെത്തേഡ് എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഈ ഒരു മെത്തേഡ് നമ്മൾ എഴുതിയിരിക്കുന്നത് മുകളിലാണ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്, അത് y ആണ്. ഈ ഒരു പാരാമീറ്ററിലാണ് നമ്മളുടെ ആ ഒരു വാല്യൂ ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മളുടെ എക്സ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് എനിക്കിവിടെ 1 കൊടുക്കേണ്ട ആവശ്യമില്ല, +1 കൊടുക്കാതെ തന്നെ വെറും ഐ കൊടുത്താൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് എനിക്ക് ഐ കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഐ കൊടുക്കാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഓരോ ഇൻഡെക്സും തുടങ്ങുന്നത് 0യിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു 0 ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ +1 കൊടുത്തത്. എന്നാൽ മാത്രമേ നമുക്ക് ആ 0 ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു വൈനെ നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്നു. ആ ഒരു പാസ് ചെയ്ത വാല്യൂവിനെയാണ് നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഐക്കൺ നമുക്ക് ഡൈനാമിക്കായിട്ട് മാറ്റാൻ സാധിക്കും നമ്മുടെ ലിസ്റ്റിനനുസരിച്ചിട്ട്. അതായത് നമുക്കിപ്പോൾ ഒരു അറേ ഉണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിന് പകരം ഇവിടെ അറേ കൊടുത്താൽ മതി. ആ അറേയിലുള്ള ഓരോ ഐറ്റംസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ടെക്സ്റ്റ്, അതുപോലെ തന്നെ അത് വിളിക്കുമ്പോൾ വരേണ്ട ഫംഗ്ഷന്, അതുപോലെ തന്നെ ആ ഒരു ഐക്കണിൻ്റെ സമയത്ത് എന്താണ് വേണ്ടതെന്ന് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ഒന്നുകൂടി ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൊണ്ട് വിട്ടുപോയി, ഈ ഒരു ലൂപ്പ് കഴിഞ്ഞ പാട് നമ്മൾ ആ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യണം, എന്നാൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. അതായത് ഈ ഒരു ബോട്ടം ഷീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, അതായത് ഇവിടെ ബട്ടൺ ഷീറ്റ് അടിച്ച് അതിനുശേഷം നമ്മൾ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ നമുക്കത് ഓപ്പൺ ആയിട്ട് വരും.